ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലച്ച് മോട്ടർ, സെർവോ മോട്ടർ, ഡയറക്റ്റ് ഡ്രൈവ് മോട്ടർ, ഈ 3 മോട്ടറുകളെ കുറിച്ചാണ്. ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഓരോരോ മോട്ടറിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ക്ലച്ച് മോട്ടർ എന്താണെന്ന് നോക്കാം. ക്ലച്ച് മോട്ടർ എന്നുള്ളത് ഇപ്പോൾ റെയറാണ്, എങ്കിലും ടേബിളിൻ്റെ അടിയിൽ വരുന്ന മോട്ടറാണ് ക്ലച്ച് മോട്ടർ. കുറച്ച് വലിയ മോട്ടറായിരിക്കും. 400 വാട്ട്സാണ് അതിൻ്റെ കറണ്ടിൻ്റെ ഇത് വരിക. അപ്പോൾ നമുക്ക് കറണ്ട് ബില്ല് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ആ മോട്ടറിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ക്ലച്ച് മോട്ടർ. ഇതിൽ നമുക്ക് സ്പീഡൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു കോമൺ ആയിട്ടുള്ള സ്പീഡായിരിക്കും. ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ബെൽറ്റും ആ മോട്ടറിൻ്റെ പുള്ളിയൊക്കെ മാറ്റി ബെൽറ്റിൻ്റെ നീളമൊക്കെ കൂട്ടിയിട്ട് വേണം നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. പിന്നെ പവർ സേവിങ് മോട്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ സേവിങ് മോട്ടർ അല്ലെങ്കിൽ സെർവോ മോട്ടർ നമ്മൾ പറയും, അത് വളരെ ചെറിയ മോട്ടറായിരിക്കും. ഇത്രയും വലിപ്പം ഉണ്ടാവില്ല. അതിനൊരു കൺട്രോൾ ബോക്സും ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയൊരു ആക്സിലേറ്ററും വരും. നമ്മൾ ആ ചവിട്ടുന്നതിന് ഇത്രയും മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്ന ആ വലിയൊരു ഒരു ലിവറിന് പകരം ചെറിയൊരു ഇലക്ട്രോണിക്സ് കോമ്പോണൻ്റ് തന്നെയാണ് അതായിരിക്കും വരിക. അതിനകത്ത് നമുക്കുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കറണ്ട് ചാർജ് കുറവായിരിക്കും. ചില കൺട്രോൾ ബോക്സുകളിൽ ഓൾറെഡി LED ലൈറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടാവും. കൂടാതെ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ LED ലൈറ്റ് കൂടെ വരുന്ന സെർവോ മോട്ടറുകളും റെയറാണ്, എങ്കിലും ചിലതിലുണ്ടാവും. അപ്പോൾ സെർവോ മോട്ടറിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ക്ലച്ച് മോട്ടറിൽ സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കൺട്രോൾ ചെയ്യാൻ കിട്ടില്ല. ക്ലച്ച് മോട്ടറിൽ നമുക്ക് അതിൽ കാല് നമുക്കൊരു കാറൊക്കെ ഓടിക്കുന്ന പോലെ ആക്സിലേറ്ററും ക്ലച്ചൊക്കെ കൺട്രോൾ ആവണം പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് ചവിട്ടി സെറ്റാക്കിയാൽ മാത്രമാണ് ക്ലച്ച് മോട്ടർ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. സെർവോ മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരാളാണ്, മെഷീനെ കുറിച്ച് അധികം പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഓൾറെഡി അതിൻ്റെ സ്പീഡ് വളരെ കുറച്ച് വയ്ക്കാൻ പറ്റും. ചിലതിലേക്ക് 200 വരെയൊക്കെ സ്പീഡാക്കാൻ പറ്റും. 5000 വരെ സ്പീഡുള്ള മോട്ടറിനെ 200 വരെ ചുരുക്കിയിട്ട് വളരെ സ്ലോവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെർവോ മോട്ടറും ക്ലച്ച് മോട്ടറും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഏറ്റവും കൂടിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കറണ്ട് ചാർജും പിന്നെ അതുപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ആണ്. ഈ 2 കാര്യങ്ങളാണ്. പവർ സേവിങ് മോട്ടർ അല്ലെങ്കിൽ സെർവോ മോട്ടർ എന്ന് പറഞ്ഞതിൻ്റെ ഇമേജ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് അതിൻ്റെ കൺട്രോൾ ബോക്സ് എന്ന് പറഞ്ഞത്. ഇത് കാണുന്നത് വേറൊരു മെഷീനാണ്, റിബ് കട്ടിങ് മെഷീനാണ്. അതിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ്. ആ ബ്ലൂ കളറിൽ ഇപ്പോൾ ബെൽറ്റ് ഇട്ടിട്ട് കണ്ടോ, ചെറിയ മോട്ടർ ആയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് സെർവോ മോട്ടർ കേട്ടോ. ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ് ഡ്രൈവ് മോട്ടർ എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ഡ്രൈവ് മോട്ടർ എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ജാക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് സൂയി മെഷീൻ അറിയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു 2-3 കൊല്ലമായിട്ട് ജാക്ക് എന്ന ബ്രാൻഡിൻ്റെ വരുന്ന ഏറ്റവും ബേസ് മോഡൽ മെഷീൻ മുതൽ ഡയറക്റ്റ് ഡ്രൈവ് മോട്ടറാണ് വരുന്നത്. ഡയറക്റ്റ് ഡ്രൈവ് മോട്ടർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെൽറ്റ് ഉണ്ടാവില്ല. ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അതാണ്. അടിയിലായിരിക്കില്ല മോട്ടർ, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, മറ്റേ സെർവോ മോട്ടറിനെ അതിനെ അപേക്ഷിച്ച് കോമൺ തന്നെയാണ്, കറണ്ട് ചാർജ് കമ്മി. അതുകൂടാതെ നമുക്കിതിൽ വരുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മെഷീൻ കാണാൻ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ബെൽറ്റ് ഡ്രൈവിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ ക്ലച്ച് മോട്ടർ മെഷീൻ സെർവോ മോട്ടറിലൊക്കെ ബോബിൻ വൈൻഡറൊക്കെ സെപ്പറേറ്റ് ആയിരിക്കും അടിക്കുക. അപ്പം മെഷീൻ അടിച്ച് അതിനൊരു കവറൊക്കെ വെച്ച് അതിൻ്റെ ഒരു സൈഡിലായിരിക്കും ഇതൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടാവുക. ഈ മെഷീനിലൊക്കെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡ്രൈവ് മെഷീനിൽ ബോബിൻ വൈൻഡറും LED ലൈറ്റും എല്ലാം ഇൻബിൽറ്റ് ആയിരിക്കും. കാരണം ഒന്നും ഒന്നും ജോയിൻ്റ് ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ മെയിനായിട്ടുള്ള ഗുണം ബെൽറ്റില്ല, പിന്നെ സ്പീഡ് കൺട്രോളിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ക്ലച്ച് മോട്ടർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ഇട്ട് ഉപയോഗിക്കുന്ന മെഷീനായിരിക്കും, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെർവോ മോട്ടർ ആണെങ്കിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. LED ലൈറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യുന്ന മോഡലാണെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഡ്രൈവ് മെഷീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡ്രൈവ് മെഷീനിൽ നമുക്ക് മോട്ടർ ഇൻബിൽറ്റ് ആയിരിക്കും, മെയിൻ ഷാഫ്റ്റിലേക്ക് ഡയറക്റ്റ് പിടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ബോബിൻ വൈൻഡറും മറ്റ് LED ലൈറ്റുകളും കാര്യങ്ങളെല്ലാം
അതിൽ കൂടെ ചേർന്നായിരിക്കും വരിക. പിന്നെ കറണ്ട് ബില്ല് നമുക്ക് ലാഭമായിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളുടെ അടുത്ത് ജാക്ക്, ജുക്കി, ജിൻ എന്ന് പറഞ്ഞ 3 ബ്രാൻഡിൻ്റെ എല്ലാ പവർ സൂയിങ് മെഷീൻസും സ്പെയർ പാർട്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് മെഷീനോ സിംഗിൾ നീഡിൽ മാത്രമല്ല എല്ലാ മെഷീനും അവൈലബിൾ ആണ് കേട്ടോ. കട്ടിങ് മെഷീൻസ്, അതുപോലെ തന്നെ ഫ്യൂസിങ്, ബട്ടൺ ഹോൾ എല്ലാം. തയ്യൽ മെഷീൻ സംബന്ധിച്ച് എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക്